സിനിമ എന്താ പറയുക, ഒരു മികച്ചൊരു സിനിമ 2024 തുടങ്ങിയതൊരു നല്ലൊരു സിനിമ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചുമ്മാ അല്ല, IFFKയിൽ മികച്ച മലയാള ചിത്രം എന്ന് പറഞ്ഞൊരു പുരസ്കാരം കിട്ടിയത് മികച്ച രീതിയിൽ എന്താ പറയുക, പെർഫോമൻസ് ആയാലും സ്ക്രിപ്റ്റ് ആയാലും 2 മണിക്കൂർ 20 മിനിറ്റ് നല്ല എൻഗേജിങ് ആണ്. പക്ഷെ ഒരു ഇമോഷനും കൂടെയാണ്. ഭയങ്കര ഒരു നമ്മുടെ എന്താ പറയുക, പ്രേക്ഷകർക്ക് സിനിമ കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ കൊണ്ടുവരാൻ പറ്റും. മികച്ചൊരു സംവിധാനവും ഈ എന്താ പറയുക, പെട്ടെന്ന് വാക്കുകൾ കിട്ടില്ല എന്താണ് പറയേണ്ടത്. ഒരു ഭയങ്കര ഒരു മൂല്യമുള്ളൊരു സിനിമയാണ്. അത്രയും മികച്ച രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ക്ലാപ്സ് അടിക്കാൻ തോന്നുന്നു സിനിമ കണ്ടു കഴിയുമ്പോൾ. സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് അയ്യോ സത്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ, ഒരു ആണായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇതിലെ ഒരു നമ്മുടെ സമൂഹത്തിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നാടക ട്രൂപ്പും അതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു രാത്രി നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന് ഇത്രയും എന്താ പറയാലോ, ഇത്രയും മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്തതിനെ അതിന് നല്ലൊരു കൈയടി കൊടുക്കണം. വരും ദിവസങ്ങളിൽ ഒരുപാട് സംസാരം വിഷയമാവാനുള്ള ഒരു എലമെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. ഡയറക്ടർ ആയാലും അതിൽ അഭിനയിച്ച വിനയ് ഫോർട്ട്, ആക്ട്രസൊക്കെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. മൊത്തം കുറേ തിയേറ്റർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. ഉണ്ട് അവരുടെയൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ്. സിനിമ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മോട്ടിവേഷണൽ ഫിലിമാണ്. കണ്ടോണിക്ക് വാച്ചബിൾ ആണ്. വേറെ പ്രത്യേകിച്ച് കുറേ നാൾക്ക് ശേഷമാണ് നല്ലൊരു കണ്ടന്റ് ഉള്ള സിനിമ ഇറങ്ങണേ. അവരത് മാത്രമേ. പിന്നെ സ്ത്രീകൾക്ക് നേരെയുള്ളൊരു അത് നല്ലൊരു എടുത്ത് കാണിച്ചിട്ടുണ്ട് സിനിമയിൽ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഗുഡ് പെർഫോമൻസ് ആണ്. പുതിയൊരു നായിക എന്ന് 2 സിനിമ അല്ലേ? നല്ല ക്യാരക്ടറാണ്. പിന്നെ ഒരുപാട് തിയേറ്റർ ആർട്ടിസ്റ്റ് പുതുമുഖങ്ങൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. എന്തായാലും ഒരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും അവസാനം വരുന്ന കാണാം, ബോറില്ല. സോഷ്യലി റിലവൻ്റ് ആയ ഒരു മെസ്സേജ് ക്ലൈമാക്സിൽ കൺവേ ആവുന്നുണ്ട്. പെർഫോം ചെയ്ത ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഒരു ഹൈ എൻഡ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് IFFKയിൽ നല്ല പ്രശംസ പഠിച്ചു പറ്റിയൊരു സിനിമ തന്നെയാണ്. അത് നോർമൽ ഓഡിയൻസും ഈ സിനിമ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മെജോറിറ്റി എന്ന് പറയുന്നത് എല്ലാവരും പുതിയ ആൾക്കാരാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു അതൊന്നും കാണുന്നില്ല. അവരൊക്കെ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. നല്ല പെർഫോമൻസ് ആയിരുന്നു.